ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു റീഡിംഗ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരുപാട് ചേഞ്ചസ് ഒക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് വെച്ചിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി അല്ല പറയുന്നത്, അല്ലാത്ത തരത്തിലാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ കഷ്ടതകളും ദുഃഖങ്ങളും ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും ഒക്കെ നിങ്ങൾ ഒരുപാട് അതായത് ഒറ്റപ്പെടലിൻ്റെ ഒരു ടൈം, ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ നല്ല രീതിയിൽ ഒക്കെ ഉള്ള ഒരാളായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ആരും സ്നേഹിക്കുന്നില്ല, നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല, അങ്ങനത്തെ ആ ഒരു സ്റ്റേജിലായിരുന്നു നിന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇയാളോട് വളരെയധികം അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ ജീവിതത്തിലെ എല്ലാ എന്താ പറയുക, നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു സന്തോഷവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് വന്നായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ മേ ബി ഇതിലുള്ള ചില ആൾക്കാരുടെ എനർജി വെച്ച് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു റിലേഷൻ വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു മാരേജിൻ്റെ രീതിയിലോട്ട് എത്തിയിട്ടുണ്ടാവാം. അതല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പാരൻസൊക്കെ ആയിട്ടൊക്കെ കണക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എന്താ പറയുക, എൻഗേജ്മെൻറ്റ്, അതല്ലെങ്കിൽ വീട്ടിലൊക്കെ അറിയാം എല്ലാവർക്കും ആർക്കും കുഴപ്പമില്ല, അങ്ങനത്തെയൊക്കെ ഒരു തരത്തിൽ. അതല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ഉണ്ടാവും എന്നൊരു ഉറപ്പൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഓക്കെ, അറ്റ് ലാസ്റ്റ് എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുമല്ലാതെ എൻ്റെ ഉള്ളിലെ ആ ഒരു മിസ്സിങ് ആയിട്ടുള്ള ആ ഒരു പീസിനെ ഞാൻ കണ്ടെത്തി. ആ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ കിട്ടിയതും നിങ്ങൾക്ക് ഫീൽ ചെയ്തതും എല്ലാം അതുപോലെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് ഏറ്റവും ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ വളരെ ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തും പ്രേമം അതല്ലെങ്കിൽ ലൈഫിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് വേറെ ആംഗിളിൽ പോകണം, അങ്ങനെയല്ല. ആൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ലൈഫിൽ പ്രേമിക്കുമെന്നോ ഇങ്ങനെ എനിക്ക് റിലേഷൻ ഉണ്ടാവുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായോ? ആളെന്താണോ ചെയ്തത് അതിൽ ഭയങ്കരമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത്, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, മേ ബി ബിസിനസ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, സ്റ്റഡീസ് ആയിരിക്കാം, മനസ്സിലായി, അത്രയും അങ്ങനത്തെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. അതായത് അഫെയറിന് ഒരു സ്ഥാനം അങ്ങനെ പേർപ്പസ്ഫുള്ളി അങ്ങ് കൊടുത്തിട്ടില്ല. വരുവാണെങ്കിൽ ഓക്കെ, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ജീവിതം ഒരുപാട് ആസ്വദിച്ചും ഒരുപാട് ട്രാവൽ ചെയ്തും ഒരുപാട് എന്താ പറയുക, മേ ബി ബിസിനസ് പരമായിട്ടും ഒക്കെ അയാൾ ഒരുപാട് ട്രാവൽ ചെയ്യുക, അതല്ലെങ്കിൽ അതേപോലെ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പം ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ശരിക്കും അയാളെന്ന് പറഞ്ഞാൽ, ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചുറ്റിക്കറങ്ങി, അല്ലെങ്കിൽ അയാളുടെ സോളിനെ ഇങ്ങനെ പിടിച്ചു നിർത്താനോ പിടിച്ചു വെക്കാനോ ഒന്നും പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അയാളുടെ ലൈഫിന് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലോട്ട് നിങ്ങൾ ചെന്നതും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷനൊക്കെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ല എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടും കുറേ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ചിലപ്പോൾ മേ ബി നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് രാത്രികളിലും രാവിലെയും ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിനെ പറ്റി സ്വപ്നം കാണുകയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി, ഒരുപാട് വിഷമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ഒരു എന്താ ഒരു ഹെൽപ്പ് വന്നു, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വന്നു. അങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടിയൊരു കാര്യമായിരുന്നു. പിന്നത്തേന്ന് വെച്ചാൽ പതുക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മാരേജ് വരെയും പോയി, അതല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നു, ഒരു അകൽച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോലും, അതായത് രണ്ടുപേരും പോലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മേ ബി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ്
മനസ്സിലായി. ആ ഒരു പേഴ്സന്റെ അതായത് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് അല്ല, വെളിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ പാരൻസോ അത്രയും നാളെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഇരുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇതിന് അഗേൻസ്റ്റ് പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ കേസ് വരെ നടന്നിട്ടുണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ട്രബിൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. അതായത് പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളും അതല്ലെങ്കിൽ ആ ഒരു പേഴ്സണും ഒക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. അതായത് വെച്ചാൽ നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥ കൊണ്ട് ജീവിതത്തിനെ പറ്റിയും അതല്ലെങ്കിൽ കുറേ കാര്യങ്ങളിലൊക്കെ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പാരൻസോ അതല്ലെങ്കിൽ കൊളീഗ്സൊക്കെ ഉള്ളവരൊക്കെ തന്നെ ഉപദേശിച്ച് മാറ്റാനോ അതല്ലെങ്കിൽ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു വല്ലാത്തൊരു എനർജിയാണ് ആ ഒരു പേഴ്സണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ ഒരു വ്യക്തി ഒരുപാട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്തൊക്കെയോ ഒരുപാട് വേറെ പ്രോബ്ലംസിലും കാര്യത്തിലൊക്കെ ആ ഒരു വ്യക്തി അറിയാതെ പെടുകയോ അതല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ പെട്ടെന്ന് കുറേ പ്രോബ്ലംസ് വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അയാൾ ആ ഒരു സ്റ്റേജിലോട്ട് ആവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന എനർജി എന്ന് വെച്ചാൽ, ഈ ഒരു പേഴ്സൺ ശരിക്കും ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ മാരീഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്കാണ്. അത് ഇഷ്ടമില്ലാഞ്ഞിട്ടതിൻ്റെ എല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ ഇതൊരു ലോങ് ടേം ആയിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. മാരീഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ കല്യാണങ്ങളിലേക്ക് ചെന്നെത്താം, മക്കളൊക്കെ ആയിട്ട് ജീവിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം. അങ്ങനത്തെ ഒരു എനർജി തന്നെയാണ്. അതായത് ഇപ്പോഴുള്ളതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രോബ്ലംസ് മാത്രമാണ്. പക്ഷെ നിങ്ങളുള്ളിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്താണ് ഈ ഒരു വ്യക്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് പോയത്, ഞാൻ ഇങ്ങനെയൊന്നും അങ്ങനെ നിങ്ങൾ ഒരുപാട് രാത്രികളിലൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ എന്താ പറയുക, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ലാസ്റ്റ് ദൈവം ഒരു ഇത് കാണിച്ചു തരും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചും ഏത് ദൈവത്തിനെയാണോ വിളിക്കുന്നത് ആ ഒരു എനർജിനെ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചും ഒക്കെ നിങ്ങൾ വിശ്വസിച്ചതിൻ്റെ ആ ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. കാരണം വെച്ചാൽ ഇനി ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്നും കുറെ കൂടെ സ്ട്രോങ്ങും ബോൾഡും ആയിട്ട് പോകും. നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിന് ആർക്കും തന്നെ തകർക്കാനോ അല്ലെങ്കിൽ ആർക്കും തന്നെ മാറ്റാനോ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിലും നിങ്ങളെന്നൊരു പേഴ്സൺ ഉണ്ട്. മനസ്സിലായോ? ആ സാഹചര്യം കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടല്ല, അയാളുടേതായിട്ടുള്ള ഒരുപാട് ഫിനാൻഷ്യലി പ്രോബ്ലംസ് ആയിരിക്കാം, എന്തുമാവാം. നിങ്ങളുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ പേഴ്സൺ എന്താണെന്ന്. അപ്പം അതിൽ ചുറ്റി പിണഞ്ഞ് കിടക്കുകയാണ് അയാളുടെ ലൈഫ് അല്ലെങ്കിൽ അയാളുടെ ഇമോഷൻസും കാര്യങ്ങളും. പക്ഷെ അത് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയുടെയും ഫലമായിട്ടും ആ ഒരു പേഴ്സണും ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ മിസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്കും മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാർഡ്സിൽ നിന്ന് അത് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ചിലപ്പോൾ ഒരു 2 റിലീജിയൻ പോലും ആയിരിക്കാം. മനസ്സിലായോ? ഒരിക്കലും ഒന്നിക്കാത്ത തരത്തിലുള്ള ഫാമിലീസ് ആയിരിക്കാം, എന്തും ആവാം. അപ്പോൾ എന്താ പറയുക, ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ചുറ്റുവട്ടമുള്ള ആൾക്കാരൊക്കെ പറയുന്നതും എടുക്കുന്നതും ഒക്കെ ശരിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ചിട്ട് അയാൾ അതൊക്കെ ഒരു എന്താ പറയുക ഉള്ളിൽ ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ അയാൾ എന്തിനാണോ ആ ഒരു പേഴ്സൺ എന്തിനാണോ തേടിക്കൊണ്ടിരുന്നത് അതെൻ്റെ അടുത്തുണ്ട്. മനസ്സിലായി? ഇപ്പം ഞാനൊന്ന് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ എനർജി എൻ്റെ അടുത്ത് വരും, ആ എനർജിക്ക് എന്നെയും ഫീൽ ചെയ്യാൻ പറ്റും എന്നൊരു തിരിച്ചറിവ് ഇപ്പം ആ ഒരു പേഴ്സണ് ഉണ്ട്. മനസ്സിലായി? അത്രയ്ക്ക് ഒരു ഹയർ ലെവൽ ഓഫ് ഒരു സോൾമേറ്റ് കണക്ഷനിലോട്ടാണ് ഈ ഒരു ബന്ധം പോയിരിക്കുന്നത്. അത്രയ്ക്കും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയാൻ പറ്റും നിങ്ങളുടെ ഇപ്പോൾ വിഷമിക്കുന്നതും കാര്യങ്ങളും. ഇപ്പം നിങ്ങളുടെ എനർജിയാണ് കുറച്ച് ലോ ആയിട്ട് നിൽക്കുന്നത്, അതായത് ഈ സങ്കടം വന്ന് ഡൗട്ടും ഒക്കെ അടിച്ച് ഇരിക്കുന്നത് കൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഉള്ളിൽ അറിയാം ആ ഒരു വ്യക്തി എൻ്റെ അടുത്തോട്ട് തന്നെ വരുമെന്ന്. പക്ഷെ ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് നിങ്ങൾ നേരത്തെ കണ്ടതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. മനസ്സിലായോ?
അതായത് കുറേ കൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. നേരത്തെ ചിലപ്പോൾ എടുത്തുചാട്ടക്കാരനായിരിക്കാം, അതല്ലെങ്കിൽ എന്തിനുമൊക്കെ ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ അയാൾ അയാളെ തന്നെ അറിയുന്നു. അയാളുടെ ഉള്ളിലുള്ള ആ ഒരു സത്യത്തെ അയാൾ മനസ്സിലാക്കുന്നു. അയാൾക്ക് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അയാൾക്ക് ക്ലിയറായി വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് തന്നെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ക്യാരക്ടർ, അതല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ, അതായത് അയാളുടെ ലൈഫ് പർപ്പസിനോട്ടും അയാളുടെ സോൾമേറ്റിലോട്ടും വരാൻ വേണ്ടി അയാൾക്ക് എന്തൊക്കെയാണോ ക്ലിയർ ചെയ്തും മനസ്സിലാകേണ്ടിയിരുന്നത് അതെല്ലാം ഇപ്പോൾ ആ ഒരു പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വിഷമമൊക്കെ അയാൾക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എനർജി എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ വരിക തന്നെ ചെയ്യും. ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബ്ലോക്കിലും കാര്യങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ മേ ബി ഒരു 2-3 മന്ത്സിനുള്ളിൽ തന്നെ ആ ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളെ കോണ്ടാക്റ്റും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരുപാട്, നിങ്ങൾ എത്രത്തോളമാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അതിനപ്പുറം നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരുപാട് ഇമോഷണലിയും ചക്രാവീസും ഒക്കെ ഉള്ള എത്രയോ ബ്ലോക്കേജസ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ. അത് ബ്ലാക്ക് മാജിക്കുകൾ കാണാം. അതെല്ലാം ഈ ഒരുപാട് നെഗറ്റീവ്സ്, മേ ബി നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് നെഗറ്റീവ്, അതിൽ നിങ്ങളുടെ അടുത്ത് നിന്നല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ്, അത് മേ ബി ഫാമിലി വൈസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്, അതല്ലാതെ ഫാമിലി വൈസോ അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഉയർച്ചയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നെഗറ്റീവ്സ് ചെയ്യുന്നവരുണ്ടെന്ന് തോന്നുന്നു നമുക്ക്. അങ്ങനെയാണ് ഒരു ഫീൽ ചെയ്യുന്ന എനർജി. അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയത്, ഇങ്ങനെ കുറച്ചൊക്കെ ബ്ലോക്സ് ഒക്കെ വന്ന് മാറി നിന്നത്. പക്ഷെ ഇപ്പം നമുക്ക് പറയാൻ പറ്റും ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ ഉടൻ തന്നെ വരുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും നിങ്ങൾ തമ്മിൽ ഒരു നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു പേഴ്സൺ വരും. നിങ്ങൾ ഒരു ഹാപ്പി ഒരു ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ അതേപോലെ അത്ര കെയറിങ് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങളുടെ ജീവിതം അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.